എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാന്റെ ആദ്യ ഷോ 12:10 തുടങ്ങും. എമ്പുരാൻ സിനിമ കാണാനുള്ള പ്രേക്ഷക ഡിമാൻഡ് ഹൈ ലെവൽ എന്നാണ് ഓരോ തിയേറ്റർ ഉടമകളും ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഷോ കൗണ്ടുകൾ കൂടി വരികയാണ്. പറഞ്ഞു വരുന്നത് മാർച്ച് 27-ന് എമ്പുരാൻ സിനിമയുടെ ആദ്യ ഷോ പോലും കഴിയാതെ തന്നെ മാർച്ച് 28-ന് പുലർച്ചെ 12:10 പോലും പല തിയേറ്ററുകളിലും ഷോ കൗണ്ടുകൾ ആഡ് ചെയ്യുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 7000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ചിത്രവും ഏറ്റവും ഹൈപ്പുള്ള ചിത്രവുമായ എമ്പുരാന്റെ റിലീസിനെ ഇനി വെറും ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി തന്നെ എമ്പുരാൻ സിനിമയുടെ വീക്കെൻഡ് ഗ്ലോബൽ കളക്ഷൻ 70 കോടിയിലേക്ക് എത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത്രയ്ക്കധികം ഡിമാൻഡാണ് ചിത്രം പ്രദർശിപ്പിക്കുന്ന ഓരോ തിയേറ്ററിലും പ്രേക്ഷകർക്കിടയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ എമ്പുരാൻ റിലീസ് ചെയ്ത രണ്ടാം ദിവസമായ മാർച്ച് 28-ന് പുലർച്ചെ അതിരാവിലെ ഷോ കൗണ്ടുകൾ വെച്ചിരിക്കുകയാണ് പല തിയേറ്ററുകളിലും. അത് ചിത്രത്തിന്റെ ഡിമാൻഡ് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. തിരുവനന്തപുരം PVR ലുലുവിൽ രാത്രി അല്ലെങ്കിൽ പുലർച്ചെ 12:10-നാണ് 28-ാം തീയതി രണ്ടാം ദിവസമായ എമ്പുരാന്റെ ആദ്യ ഷോ പുലർച്ചെ വെച്ചിരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്തുള്ള മറ്റൊരു തിയേറ്ററായ ശ്രീ കാളിദാസിൽ 28-ാം തീയതി അതായത് എമ്പുരാന്റെ രണ്ടാം ദിവസം പുലർച്ചെ 3 മണിക്ക് ഷോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ തിയേറ്റർ തിരുവനന്തപുരം എമ്പുരാന്റെ രണ്ടാം ദിവസം അതിരാവിലെ 3 മണിക്ക് ഷോ വെച്ചിട്ടുണ്ട്. സിനിപോൾസ് തിരുവനന്തപുരം രണ്ടാം ദിവസമായ എമ്പുരാന്റെ 3 മണിക്ക് ഷോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PVR കൃപ തുടങ്ങിയ തിയേറ്ററുകളിലേക്ക് 28-ാം തീയതി എമ്പുരാന്റെ രണ്ടാം ദിവസം 3:50-ന് പുലർച്ചേക്ക് ഷോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തിയേറ്ററുകളിൽ രണ്ടാം ദിവസം പുലർച്ചെ തന്നെ ഷോ ആരംഭിക്കും. അതായത് എമ്പുരാൻ സിനിമയുടെ ആദ്യ ദിവസത്തെക്കാളും ഷോ കൗണ്ടുകൾ രണ്ടാം ദിവസം കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെ എത്ര മണിക്കൂർ ടിക്കറ്റാണ് ആദ്യ ദിവസം എമ്പുരാന്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.